Hi friends, welcome to Egimendo. Previous വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഹാഷിംഗ് എന്താണെന്നുള്ളത് പഠിച്ചു. ഹാഷിംഗ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ഒരു റിയൽ ലൈഫ് എക്സാമ്പിളോട് കൂടി തന്നെ പഠിച്ചു. അപ്പൊ ഈ വീഡിയോയിൽ നമുക്ക് ഇന്ന് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഹാഷിംഗ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹാഷ് ഫംഗ്ഷന് നമ്മൾ ആക്ച്വലി ഈ കാണുന്ന പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഈസ് പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസ്. പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ രണ്ട് പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസ് ആണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ലെങ്ത് ഡൈജസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഹാഷിങ്ങിന്റെ ഡെഫിനിഷൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ആർബിട്രറി ലെങ്ത് ഉള്ള ഇൻപുട്ട് സ്ട്രിങ് പ്രൊവൈഡ് ചെയ്താലും നമ്മൾ ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആയിരിക്കും. റൈറ്റ്, അതാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രോപ്പർട്ടിയിൽ ഫസ്റ്റ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഈസി ടു കമ്പ്യൂട്ട്. അതായത് നമ്മുടെ ഹാഷ് വാല്യൂവിനെ കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കണം, നമുക്ക് ഈസിലി കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസിൽ പറയുന്നത്. നെക്സ്റ്റ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ സെക്യൂരിറ്റി പ്രോപ്പർട്ടീസ്. അപ്പൊ ഇവിടെ നമ്മൾ 3 സെക്യൂരിറ്റി പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് പ്ലീസ് നോട്ട് ദാറ്റ് സെക്യൂരിറ്റി പ്രോപ്പർട്ടീസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടീസ്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് 3 മാർക്സിനൊക്കെ പ്രോപ്പർട്ടീസ് ഓഫ് ഹാഷ് ഫംഗ്ഷൻ എഴുതാൻ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് സെക്യൂർ ഹാഷ് ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സെക്യൂരിറ്റി പ്രോപ്പർട്ടീസ് ആണ് എഴുതേണ്ടത്. ഇനി അതല്ലാതെ കുറെ കൂടി ലെങ്തിയർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ 7 മാർക്സിനോ 8 മാർക്സിനോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ മാത്രം പ്രാക്ടിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ അവലാഞ്ച് എഫക്റ്റ് ഒക്കെ പറഞ്ഞാൽ മതി. അതല്ല ചെറിയ മാർക്കിന് 3 or 5 മാർക്സിന് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ സെക്യൂരിറ്റി പ്രോപ്പർട്ടീസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി പ്രോപ്പർട്ടീസിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വണ്ണിന് നമ്മൾ വൺ വേ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയും. സെക്കൻഡ് വൺ ഇസ് ദ സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയും. തേർഡ് വൺ എന്ന് പറയുന്നത് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ്. അതല്ലാന്നാണെങ്കിൽ നമ്മൾ അതിനെ വെറുതെ എന്ത് പറയും, കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് കൊളീഷൻ റെസിസ്റ്റൻസ് എന്ന് മാത്രം പറഞ്ഞാൽ അത് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നൗ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇതെന്താണെന്നുള്ളത് നോക്കാം. സോ ദ ഫസ്റ്റ് പ്രോപ്പർട്ടി ഈസ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ്, or we can call it as one way property. Okay, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഒരു ഇക്വേഷൻ നോക്കാം. h of x is equal to y. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. അപ്പൊ ഇതില് x എന്ന് പറയുന്നതാണ് നമ്മൾ ഹാഷ് ഫംഗ്ഷനിലോട്ട് കൊടുക്കണ ഇൻപുട്ട്. ഇനി നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് h ആണ് നമ്മളുടെ ഹാഷ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ ഈ x എന്ന് പറയുന്ന ഇൻപുട്ട് ഹാഷ് ഫംഗ്ഷനിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആണ് h of x or y. അപ്പൊ ഈ h of x അല്ലെങ്കിൽ y നെയാണ് നമ്മൾ എന്ത് പറയാ, ഹാഷ് വാല്യൂ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് as ഡൈജസ്റ്റ്. ഓക്കെ, സോ നൊട്ടേഷൻസ് എല്ലാം ക്ലിയർ അല്ലേ? h എന്ന് പറയുന്ന ഒരു ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്, അതിലോട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് ആണ് x എന്ന് പറയുന്നത്. ആ എക്സിൽ നമ്മൾ ഹാഷ് ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹാഷ് വാല്യൂ ആണ് y. y നെ തന്നെയാണ് നമ്മൾ h of x എന്നും പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഫിഗർ ആയിട്ട് ഡിനോട്ട് ചെയ്യുമ്പോൾ സപ്പോസ് ദിസ് ഈസ് അവർ ഹാഷ് ഫംഗ്ഷൻ. h എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഇതാണ്. ഇതിലോട്ട് നമ്മൾ കൊടുക്കണ ഇൻപുട്ട് ആണ് x and the output produced is y. Okay, so here we can say that x is the pre-image of y. x is the pre-image of y. അപ്പൊ y എന്ന് പറയുന്ന ഔട്ട്പുട്ടിന്റെ പ്രീ ഇമേജ് ആണ് x എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രോപ്പർട്ടി പറയുന്നത് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് x എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, h എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് ആ എക്സിൽ ഈ ഹാഷ് ഫംഗ്ഷനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ y എന്ന് പറയുന്ന ഹാഷ് വാല്യൂവിനെ ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ y എന്ന് പറയുന്ന ഹാഷ് വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്, അതിൽ യൂസ് ചെയ്ത ഹാഷ് ഫംഗ്ഷൻ ഏതാണെന്ന് അറിയുമെങ്കിലും റിവേഴ്സ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റരുത്, x എന്ന് പറയുന്ന ഇൻപുട്ട് വാല്യൂവിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റരുത്. അതായത് വൺ വേയിലോട്ടേക്കാണ് ട്രാൻസിഷൻ അലൗഡ് ഉള്ളൂ, റിവേഴ്സ് വേയിലോട്ടേക്ക് നമുക്ക് ട്രാൻസിഷൻ അലൗഡ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ വൺ വേ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എക്സും എച്ചും ഉണ്ടെങ്കിൽ y കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ y തന്നിട്ടുണ്ടെങ്കിൽ y-യിൽ നിന്ന് നമുക്ക് x കണ്ടുപിടിക്കാനായിട്ട് പറ്റരുത്. അതാണ് വൺ വേ പ്രോപ്പർട്ടി. മാത്രമല്ല എക്സിനെ നമ്മൾ പ്രീ ഇമേജ് ഓഫ് y എന്നല്ലേ പറയണത്. അപ്പൊ y തന്നിട്ടുണ്ടെങ്കിൽ y-യുടെ പ്രീ ഇമേജ് ആയ x കണ്ടുപിടിക്കാനായിട്ട് പറ്റരുത്. അതാണ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർട്ടിനെ നമുക്ക് എന്ത് എഴുതാം, y cannot be reverse computed to x. y-യിൽ നിന്ന് നമുക്ക് x നെ റിവേഴ്സ് കമ്പ്യൂട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റരുത്.
Now let's move on to the second property. The second property is second pre-image resistance, or it's also known as weak collision resistance. ഇപ്പൊ ഈ പ്രോപ്പർട്ടിയിൽ പറയുന്നത് given x and h of x, it is impossible to find any other message m where m not equal to x and h of m is equal to h of x. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? given x and h of x, അതായത് x എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മുടെ കയ്യിലുണ്ട്, അതുപോലെ h of x എന്ന് പറയുന്ന വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അതായത് x എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, h എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, ആ ഹാഷ് ഫംഗ്ഷൻ ഈ ഇൻപുട്ടിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് h of x. ദാറ്റ്സ് ഈക്വൽ ടു അവർ y. ഓക്കെ, അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളും നമുക്കറിയാം. ഇൻപുട്ട് എന്താണെന്ന് അറിയാം, ഹാഷ് ഫംഗ്ഷൻ എന്താണെന്ന് അറിയാം, ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന y എന്ന് പറയുന്ന ഹാഷ് വാല്യൂ, അത് തന്നെയാണ് h of x. അതെന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി ഗിവൺ ആണെങ്കിൽ ഇവിടെ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ഫൈൻഡ് എനി അതർ മെസ്സേജ് m. m എന്ന് പറയുന്ന വേറൊരു മെസ്സേജ് എങ്ങനെയാ? നോട്ട് ഈക്വൽ ടു x. ഈ എക്സിനോട് ഈക്വൽ അല്ലാത്ത വേറൊരു മെസ്സേജ് m കണ്ടുപിടിക്കാനായിട്ട് പറ്റരുത്. സച്ച് ദാറ്റ് h of m is equal to h of x. ഇപ്പൊ മനസ്സിലായില്ല എന്നാണെങ്കിൽ ഞാനൊരു ഫിഗർ വരക്കാം. അപ്പൊ ഫിഗറിലൂടെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഹാഷ് ഫംഗ്ഷൻ h. h എന്ന് പറയുന്ന ഹാഷ് ഫംഗ്ഷൻ ഉണ്ട്. ഇതില് x എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുത്തപ്പോ നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടി? എക്സിന്റെ ഹാഷ് വാല്യൂ h of x. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഗിവൺ ആണ്. ഇനി ഈ പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് വേറെ ഒരു മെസ്സേജ് m എന്ന് പറയുന്ന വേറൊരു മെസ്സേജിനെ കണ്ടുപിടിക്കാൻ പറ്റരുത്. എങ്ങനത്തെ മെസ്സേജിനാ? ആ എമ്മിന്റെ ഹാഷ് വാല്യൂ. എമ്മിന്റെ ഹാഷ് വാല്യൂ എന്താണ്? h of m, റൈറ്റ്? അപ്പൊ h of m എന്ന് പറയുന്ന ഹാഷ് വാല്യൂ h of x എന്ന് പറയുന്ന ഹാഷ് വാല്യൂ ഈക്വൽ ആവരുത്. അങ്ങനെ ഈക്വൽ ആവണ തരത്തില് ഒരു മെസ്സേജ് എമ്മിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റരുത്. ഇനി അങ്ങനെ കണ്ടുപിടിച്ചാൽ അത് വിൽ ബി ഈക്വൽ ടു എക്സ് ഇറ്റ്സെൽഫ്. എമ്മും എക്സും ഈക്വൽ ആയിരിക്കും. അതല്ലാണ്ട് എക്സ് അല്ലാണ്ട് വേറൊരു മെസ്സേജ് എമ്മിന് സെയിം ഹാഷ് വാല്യൂ വരുന്ന രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റരുത്. അതാണ് ഈ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, വീക്ക് കൊളീഷൻ റെസിസ്റ്റൻസ്. ഈ പ്രോപ്പർട്ടിയുടെ നെയിം നോക്കിയേ, സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്, അല്ലെ? അതെന്തുകൊണ്ടാ? ഇപ്പൊ ഇവിടെ നമ്മളുടെ h of x എന്ന് പറയുന്ന ഹാഷ് വാല്യൂവിന്റെ പ്രീ ഇമേജ് ആണ് x. ഇനി ആ സെയിം ഹാഷ് വാല്യൂ ഉള്ള വേറൊരു സെക്കൻഡ് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് m. പക്ഷെ അങ്ങനെ ഒരു സെക്കൻഡ് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി, റൈറ്റ്? അതാണ് സെക്കൻഡ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐ ഹോപ്പ് നൗ ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ ഇടാം. അതല്ലാന്നാണെങ്കിൽ യു ക്യാൻ മെയിൽ മീ അറ്റ് edumendo2016@gmail.com. ഇനി ഈ ഒരു സബ്ജക്റ്റിന്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഞാൻ PDF ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? edumendo2016@gmail.com മെയിൽ ചെയ്താൽ മതി. ഓക്കെ, now let's move on to the third property. Now the third property is strong collision resistance, or we can just call it as collision resistance. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ പറയുന്നത് two different input messages should not hash to the same output. എന്താണ് പറയണതെന്ന് മനസ്സിലായോ? നമ്മളുടെ കയ്യിൽ രണ്ട് ഇൻപുട്ട് മെസ്സേജസ് ഉണ്ട്. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇൻപുട്ട് മെസ്സേജസ് ഉണ്ടെങ്കിൽ ആ രണ്ട് ഇൻപുട്ട് മെസ്സേജിന്റെയും ഹാഷ് വാല്യൂ സെയിം ആവാൻ പാടില്ല. ഇപ്പൊ ഫസ്റ്റത്തെ ഇൻപുട്ട് മെസ്സേജിന് നമ്മളൊരു ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചു, സെക്കൻഡ് ഇൻപുട്ട് മെസ്സേജിന് ഒരു ഹാഷ് വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ ഒരിക്കലും ഈ രണ്ട് ഹാഷ് വാല്യൂസ് സെയിം ആവാനായിട്ട് പാടില്ല. അതിന്റെ അർത്ഥം എന്താ? ഓരോ മെസ്സേജിനും അതിന്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. നമുക്ക് അതിന്റെ ഫിഗർ നോക്കാം. സപ്പോസ് ദിസ് ഈസ് അവർ ഹാഷ് ഫംഗ്ഷൻ h. ഓക്കെ, ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ ഇൻപുട്ട് കൊടുക്കുകയാണ് x1. അപ്പൊ x1 എന്ന് പറയുന്ന ഇൻപുട്ടിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? h of x1, അല്ലെ? അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? y1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇനി നമ്മളുടെ സെക്കൻഡ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുകയാണ് x2. അപ്പൊ x2ന്റെ ഹാഷ് വാല്യൂ എന്തായിരിക്കും? h of x2. അതല്ലെങ്കിൽ നമ്മൾ y2 എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ രണ്ട് ഇൻപുട്ട് മെസ്സേജുകൾ, ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ഇൻപുട്ട് മെസ്സേജുകളാണ് x1 x2. അപ്പൊ x1ന്റെ ഹാഷ് വാല്യൂ x2ന്റെ ഹാഷ് വാല്യൂ ഒരിക്കലും സെയിം ആവാനായിട്ട് പാടില്ല. This h of x1 should not be equal to h of x2. ഈ രണ്ട് വാല്യൂസും ഒരിക്കലും സെയിം ആവരുത്. ഇവര് തമ്മിൽ കൊളീഷൻ ഉണ്ടാവരുത്.
അതാണ് സ്ട്രോങ് കൊളീഷൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി സെക്കൻഡ് പ്രോപ്പർട്ടിയും തമ്മിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ട്, അതിന്റെ ഹാഷ് വാല്യൂ തന്നിട്ടുണ്ട്. ആ ഹാഷ് വാല്യൂവിനോട് സെയിം കിട്ടുന്ന രീതിയിൽ ഒരു സെക്കൻഡ് ഇൻപുട്ടിനെ, സെക്കൻഡ് പ്രീ ഇമേജിനെ കണ്ടുപിടിക്കാൻ പറ്റരുത്. അതായത് നമ്മൾ ബാക്കിലോട്ടേക്കാണ് പറഞ്ഞത് സെക്കൻഡ് പ്രോപ്പർട്ടിയുടെ കേസിൽ. പക്ഷെ ഈ തേർഡ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് രണ്ട് ഡിഫറെന്റ് മെസ്സേജ് ഉണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെ സെയിം ഹാഷ് വാല്യൂ ആവരുത്. അത് നമ്മൾ ഫ്രണ്ടിലോട്ടേക്കാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടി തമ്മിൽ കൺഫ്യൂഷൻ ആവരുത് ട്ടാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ രണ്ടാമത് കാണാം. അപ്പൊ ഈ മൂന്ന് പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ സെക്യൂരിറ്റി പ്രോപ്പർട്ടീസിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് പ്രീ ഇമേജ് റെസിസ്റ്റൻസ് ഓർ ദ വൺ വേ പ്രോപ്പർട്ടി. സെക്കൻഡ് വൺ ഈസ് second pre-image resistance or the weak collision resistance, and the third one is strong collision resistance or collision resistance. Okay, ഇനി ഇതുപോലെ തന്നെ ഹാഷ് ഫംഗ്ഷൻസിന്റെ വളരെ ഇമ്പോർട്ടന്റും അതുപോലെ വളരെ ഡിസൈറബിൾ ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് അവലാഞ്ച് എഫക്ട്. അവലാഞ്ച് എഫക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ കയ്യിൽ രണ്ട് ഇൻപുട്ട് ഉണ്ട്. ഈ രണ്ട് ഇൻപുട്ട് തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ എന്ന് വെക്ക്. ഈവൻ ഇഫ് there is only small difference in the inputs, ഈ രണ്ട് ഇൻപുട്ട് വാല്യൂസിന്റെ ഹാഷ് വാല്യൂസ് എന്ന് പറയുന്നത് entirely different ആയിരിക്കണം. ഇവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. So we can write it as avalanche effect specifies that a small change എന്ന് പറഞ്ഞാൽ even a single character change in the input text will result in an entirely different hash outputs. That means നമ്മളുടെ ഇൻപുട്ട് ടെക്സ്റ്റില് ഇപ്പൊ രണ്ട് ഇൻപുട്ട് ടെക്സ്റ്റ് എടുക്കുകയാണെങ്കിൽ അവര് തമ്മിൽ ഒരു സ്മോൾ ചേഞ്ചേ ഉള്ളൂ എന്ന് വിചാരിക്കും. അതായത് ഈവൻ ഇഫ് ഇറ്റ്സ് എ സിംഗിൾ ക്യാരക്ടർ ചേഞ്ച്, ഒരൊറ്റ ക്യാരക്ടറിൽ മാത്രം ചേഞ്ച് ഉള്ളൂങ്കിൽ പോലും ഈ രണ്ട് ഇൻപുട്ട് ടെക്സ്റ്റിന്റെ ഹാഷ് വാല്യൂസ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കണം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഫസ്റ്റത്തെ ഇൻപുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഡോഗ് എന്നാണെന്ന് വിചാരിക്കും. ഞാനൊരു ഹാഷ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്തു. ഇതാണ് എന്റെ ഹാഷ് വാല്യൂ എന്ന് വിചാരിക്കുക. ഡോഗ് എന്ന് പറയുന്ന ഒരു 3 ക്യാരക്ടർ ഇൻപുട്ട് ഞാൻ ഈ ഹാഷ് ഫംഗ്ഷനിലോട്ട് കൊടുത്തപ്പോൾ എനിക്കൊരു 10 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഹാഷ് വാല്യൂ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഡോഗ്സ് എന്നാണെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് രണ്ട് ഇൻപുട്ടിന്റെ സെയിം ആണ്, എക്സ്ട്രാ ഒരു ക്യാരക്ടർ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കാണുമ്പോൾ എന്താ, രണ്ട് ഇൻപുട്ടും ഏകദേശം സിമിലർ ആണ്, റൈറ്റ്? ബട്ട് ഈ ഒരു ഇൻപുട്ടിനെ ഞാൻ ഈ ഹാഷ് വാല്യൂക്ക് കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായാലും ഫിക്സ്ഡ് ലെങ്ത് ഉള്ള ഔട്ട്പുട്ട് ആണ്. സോ ഹിയർ ഓൾസോ വിൽ ബി ഗെറ്റിംഗ് എ 10 ക്യാരക്ടർ ഔട്ട്പുട്ട്. പക്ഷേ ആദ്യത്തെ ഔട്ട്പുട്ടുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതായിരിക്കണം രണ്ടാമത്തെ ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് എന്റെ സെക്കൻഡ് ഇൻപുട്ടിന്റെ ഹാഷ് വാല്യൂ എന്നൊക്കെ. അപ്പൊ ഇത് ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് എഴുതിയ ഹാഷ് വാല്യൂസ് ആണ് ട്ടോ, അല്ലാണ്ട് ആക്ച്വലി വാല്യൂസ് ഒന്നും അല്ല. അപ്പോ ഫസ്റ്റത്തെ ഡോഗ് എന്ന് പറയുന്നത് കൊടുത്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ഹാഷ് വാല്യൂ കിട്ടി. ഡോഗ്സ് എന്ന് പറയുന്നത് കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയേക്കുന്ന ഹാഷ് വാല്യൂ ഈ സെക്കൻഡ് വൺ ആണ്. ഈ ഫസ്റ്റ് ഹാഷ് വാല്യൂം സെക്കൻഡ് ഹാഷ് വാല്യൂം തമ്മിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ, ഒരു ബന്ധവും ഇല്ല അല്ലെ? അപ്പൊ ഈവൻ ഇഫ് നമ്മളുടെ ഇൻപുട്സിന്റെ ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് സെയിം ആണ്, ലാസ്റ്റ് ഒരു ക്യാരക്ടറിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളെങ്കിലും കിട്ടിയേക്കുന്ന ഹാഷ് വാല്യൂസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതിനെയാണ് നമ്മൾ പറയുന്നത് നോൺ കോറിലേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. സോ അവലാഞ്ച് എഫക്ട് ഇസ് എ ഹൈലി ഡിസൈറബിൾ പ്രോപ്പർട്ടി ഓഫ് ഹാഷ് ഫംഗ്ഷൻ. അപ്പൊ ഇത്രയാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഹാഷ് ഫംഗ്ഷനിൽ പറയാനുള്ളത്. Now let's move on to the applications of hash function. So the first application is to build Merkle trees. നമ്മൾ Merkle trees ബിൽഡ് ചെയ്യുന്നത് ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു Merkle ട്രീയുടെ ഫിഗർ കാട്ടിത്തരാം. ഇപ്പൊ ഇതിൽ നിങ്ങൾ നോക്കിയേ, ഈ HA, HB, HC എന്നൊക്കെ പറഞ്ഞ ലീഫ് നോട്ട്സ് കാണുന്നില്ലേ, അതൊക്കെ ഹാഷ് വാല്യൂസ് ആണ്. ഇപ്പൊ A എന്ന് പറയുന്ന ഒരു ട്രാൻസാക്ഷന്റെ അല്ലെങ്കിൽ A എന്ന് പറയുന്ന ഒരു മെസ്സേജിന്റെ ഹാഷ് വാല്യൂ ആണ് HA. അതുപോലെ B എന്ന് പറയുന്നതിന്റെ ഹാഷ് വാല്യൂ ആണ് HB. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് HAB എന്ന് പറയുന്ന ഒരു പാരന്റിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ മേലോട്ടേക്ക് പോണതാണ് Merkle ട്രീ എന്ന് പറയുന്നത്. ഇത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ആയിട്ട് Merkle ട്രീ പഠിക്കാനുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ഈ Merkle ട്രീസ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഹാഷ് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഈ Merkle ട്രീന്റെ ഈ റൂട്ടില്ലേ, റൂട്ട് നോഡ്, Merkle റൂട്ട് എന്ന് പറയും. ഈ റൂട്ടാണ് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുന്നത്. So Merkle trees എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിനിലെ ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ്. So we can say that hash functions are highly applicable in blockchain. Now the second one, hash functions are used in POW mechanisms in Bitcoin. POW എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നതാണ്, പ്രൂഫ് ഓഫ് വർക്ക് മെക്കാനിസം. അപ്പൊ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ കറൻസിയാണ്.
ബ്ലോക്ക് ചെയിനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കറൻസിയാണ്, ഡിജിറ്റൽ കറൻസിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. ബിറ്റ് കോയിനിൽ യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് POW. അപ്പൊ ഈ പ്രൂഫ് ഓഫ് വർക്ക്, പ്രൂഫ് ഓഫ് സ്റ്റേക്ക്, അങ്ങനെ കുറെ മെക്കാനിസംസ് നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബിറ്റ് കോയിൻസില് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന മെക്കാനിസത്തിൽ നമ്മൾ ഹാഷ് ഫങ്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ജനറേഷൻ ഓഫ് അഡ്രസ്സസ് ഇൻ ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിനിലെ അഡ്രസ്സസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഫൈനലി മെസ്സേജ് ഡൈജസ്റ്റ്. മെസ്സേജ് ഡൈജസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹാഷ് വാല്യൂ തന്നെ. ഓക്കെ, സോ മെസ്സേജ് ഡൈജസ്റ്റ് ഓർ സിംപ്ലി ദ ഹാഷ് വാല്യൂസ്. They are used in digital signatures. ഈ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഹാഷ് വാല്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ആക്ച്വലി നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ M എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഉണ്ടെങ്കിൽ ആ മെസ്സേജിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു, ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതം ഉണ്ടെന്ന് പറഞ്ഞു. ആ അൽഗോരിതത്തിലോട്ട് നമ്മുടെ സെൻഡറിന്റെ പ്രൈവറ്റ് കീ യൂസ് ചെയ്യും, നമ്മുടെ മെസ്സേജും യൂസ് ചെയ്യും, എന്നിട്ട് ഒരു S എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ജനറേറ്റ് ചെയ്യുന്ന നമ്മൾ ജസ്റ്റ് ജനറലി ആണ് പറഞ്ഞത് അല്ലെ. പക്ഷെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ ജനറേഷൻ അൽഗോരിതത്തിന്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്ന് നമ്മളപ്പോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജ് M-നെ എടുക്കും, അതിന് നമ്മളൊരു ഹാഷ് ഫംഗ്ഷനിലൂടെ പാസ് ചെയ്യും. ആ ഹാഷ് ഫംഗ്ഷനിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഒരു മെസ്സേജ് ഡൈജസ്റ്റ്. അതായത് ഈ M എന്ന് പറയുന്ന മെസ്സേജിന്റെ ഒരു ഡൈജസ്റ്റ്, ഒരു ഹാഷ് വാല്യൂ കിട്ടും. ആ ഹാഷ് വാല്യൂ അതുപോലെ തന്നെ സെൻഡേഴ്സിന്റെ പ്രൈവറ്റ് കീ, സെൻഡറിന്റെ പ്രൈവറ്റ് കീയും ഈ ഹാഷ് വാല്യൂം കൂടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്, സിഗ്നേച്ചർ, S എന്ന് പറയുന്ന സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഹാഷ് ഫങ്ഷൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഹാഷ് ഫങ്ഷൻസിന്റെ ആപ്ലിക്കേഷൻ. മെർക്കിൾ ട്രീസ് ക്രിയേറ്റ് ചെയ്യും. മെർക്കിൾ ട്രീസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതും നമ്മൾ ബ്ലോക്ക് ചെയിനിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങളോട് എക്സാമിന് ഇപ്പൊ സെക്യൂർ ഹാഷ് ഫങ്ഷൻസിന്റെ ആപ്ലിക്കേഷൻസ്, ബ്ലോക്ക് ചെയിനിലെ ആപ്ലിക്കേഷൻസ് എന്താ, അല്ലെങ്കിൽ ക്രിപ്റ്റോഗ്രഫിയിൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻസ്, ഈ 4 ആപ്ലിക്കേഷൻസ് ആണ് എഴുതേണ്ടത്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സിൽ യൂസ് ചെയ്യും, ബ്ലോക്ക് ചെയിനിൽ അഡ്രസ്സസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും, ഇപ്പൊ ബിറ്റ് കോയിൻസിലൊക്കെ POW മെക്കാനിസത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിനിൽ മെർക്കിൾ ട്രീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ ഇത്രയൊക്കെയാണ് ഹാഷ് ഫങ്ഷൻസിന്റെ പ്രോപ്പർട്ടീസും അതുപോലെ ആപ്ലിക്കേഷൻസും. I hope that everything is clear. So നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഹാഷ് ഫങ്ഷൻസിന്റെ എക്സാമ്പിൾ, നമ്മൾ കുറെ എക്സാമ്പിൾസ് കണ്ടു. MD എന്ന് പറയുന്നത് ഉണ്ടെന്ന് പറഞ്ഞു, SHA ഉണ്ട്, വേൾപൂൾ ഉണ്ട്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ളത് സെക്യൂർ ഹാഷ് അൽഗോരിതം, SHA എന്ന് പറയുന്ന സെക്യൂർ ഹാഷ് അൽഗോരിതത്തില് കാറ്റഗറി 2, SHA 2-നുള്ള SHA 256 ആണ് പഠിക്കാനുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ SHA 256 ആയിട്ട് കാണാം. സോ ടിൽ ദാറ്റ് സ്റ്റേ ട്യൂൺഡ് and happy learning. Thank you.